ഇന്ന് കുറച്ച് ബോട്ടിൽസ് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന ബോട്ടിൽസ് റീസൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ, നമുക്ക് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കത് റെഡീം ചെയ്തെടുക്കാൻ പറ്റും. അതായത് മാൾട്ടയിൽ ഇപ്പോൾ ഒരു ബോട്ടിലിന് 10 സെൻറ്റ് വെച്ചാണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ബോട്ടിൽസ് റീസൈക്കിൾ ചെയ്തു, നമുക്കതിൻ്റെ സ്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അതുമായിട്ട് നമ്മൾ ലിഡിലെത്തി. ഇവിടെ ലിഡിലും ബോട്ടിൽസ് റീസൈക്കിൾ ചെയ്യാനുള്ള മെഷീൻ ഉണ്ട്. പക്ഷേ പലപ്പോഴും ഇവിടെ തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ മറ്റിടത്ത് പോയി റീസൈക്കിൾ ചെയ്തിട്ട് ആ സ്ലിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് 2 ബോട്ടിൽ വെള്ളവും 2 പാക്കറ്റ് പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബില്ല് ചെയ്തിട്ട് അവസാനം പേ ചെയ്യാൻ നേരത്ത് നമ്മുടെ കയ്യിലുള്ള റീസൈക്ലിങ്ങിൻ്റെ വൗച്ചർ ഉണ്ടല്ലോ, അത് നമുക്ക് റിഡീം ചെയ്തെടുക്കാൻ പറ്റും. അത് ബില്ലാക്കിയതിന് ശേഷം അതൊരു ഓപ്ഷൻ ഉണ്ട്, റീസൈക്കിൾ വൗച്ചർ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ സ്കാൻ ചെയ്തിട്ട് താഴത്തുള്ള ബോക്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ എത്രയാണോ എമൗണ്ട് അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്ത് കിട്ടും. ഇപ്പോൾ 70 സെൻറ്റ് നമുക്ക് കുറച്ച് തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ബില്ലിൽ നിന്ന് 70 സെൻറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പേ ചെയ്തു. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.